പാറുവിന്റെ കൂട്ടുകാരികള് വെറുതെ കളിയാക്കാൻ വേണ്ടി ഓരോന്ന് പറയേ. ആ ഹോസ്റ്റലിലെ പെൺകുട്ടികളാണോ? ആ അതെ. നീ ഫോണിങ്ങിതാ, ഞാൻ സംസാരിക്കാം. എന്താടി ചെലവിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും പ്രിയ മിണ്ടാതായല്ലോ. നിന്റെ ഭാവി ഭർത്താവ് ഭയങ്കര പിശുക്കനാണല്ലേ? എന്റെ മോൻ പിശുക്കനാണെന്ന് എന്നോട് തന്നെ പറയാൻ മാത്രം ധൈര്യമായോ നിങ്ങക്ക്? രണ്ടാളുടെ നാവെന്താ ഇറങ്ങിപ്പോയോ? തമാശയൊന്നും പറയാൻ തോന്നുന്നില്ലേ? സംസാരിക്ക്. മീരെ, ജെനിഫർ അവിടെ തന്നെ ഉണ്ടോ അതോ ഓടിപ്പോയോ? ഇല്ല ആന്റി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങള് വെറുതെ തമാശക്ക് പ്രിയനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങക്ക് ചെലവ് ചെയ്താ പോരെ? പാറുവിനെ പോലെ ഒരു മരുമകളെ കെട്ടിയതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പാറുവും പ്രിയനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇവിടെ നല്ലൊരു വിരുന്ന് ഞാൻ ഒരുക്കാം. നിങ്ങൾ വന്നാ മാത്രം മതി. അയ്യോ ആന്റി, ഞങ്ങൾ വെറുതെ തമാശക്ക് ചെലവ് ചോദിച്ചതാ. പ്രിയനും പാറു ഒരുമിച്ചപ്പോ തന്നെ ഞങ്ങൾക്ക് സന്തോഷായി. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, നിങ്ങൾ വന്നേ പറ്റൂ. പരസ്പരം സഹായിച്ച് താങ്ങായി നിൽക്കുന്ന നിങ്ങളെ പോലെയുള്ള കൂട്ടുകാരികളെ എല്ലാവർക്കും കിട്ടില്ല. അതിന് ഭാഗ്യം ചെയ്യണം. പാറുവിന് ആ ഭാഗ്യമുണ്ട്. പാറുവിന്റെ കൂടെ ഒരു ദിവസം വീട്ടിലേക്ക് വരും. എനിക്കും എന്റെ മരുമകളെ കാണണമെന്നുണ്ട്. ഞങ്ങൾ നാളെ തന്നെ എത്തിക്കോളാം ആന്റി. ശരി, ബാക്കി നേരിട്ട് സംസാരിക്കാം. ബൈ ആന്റി. ബൈ മോളെ. അമ്മയ്ക്ക് ഒരമ്മായി അമ്മയാൻ പോകുന്നതിന്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ. ഇത്രയും നന്മ കാണിച്ചാ എങ്ങനെ ശരിയാവും? ഞാൻ നന്മമരം തന്നെയാടാ. എനിക്ക് എന്റെ മരുമകളോട് പോരിനിറങ്ങാൻ ഒരു ഉദ്ദേശവും ഇല്ല. നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. സീതേ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്, നമുക്ക് കഴിക്കാം. എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളൂ. എനിക്ക് വിശക്കുന്നില്ല. നിനക്കെന്താ പറ്റിയത്? രാവിലെ തന്നെ മൂഡ് ശരിയല്ലല്ലോ. നിങ്ങൾ എന്താ ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നത്? കൈലാഷ് ഇത്ര വലിയൊരു തെറ്റ് ചെയ്ത് വന്നിട്ടും അവനെ നിങ്ങൾ മര്യാദയ്ക്കൊരു വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ ജീവനോട് ഇരിക്കുമ്പോ ഏത് ഒരുത്തിയുടെ കൂടെ പോയി അവൻ കല്യാണം ഉറപ്പിച്ചിട്ട് വന്നിരിക്കുക. അതിന്റെ അർത്ഥം അവൻ നമ്മളെ ബഹുമാനിക്കുന്നില്ലെന്നല്ലേ? അച്ഛനും അമ്മയും നിലയ്ക്ക് നമ്മൾ അവന് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നെന്ന് ചോദിക്കുന്നത്. അപ്പോ ഇത്രയും നാള് നമ്മൾ അവനെ വളർത്തി വലുതാക്കിയതിനൊന്നും ഒരു വിലയില്ലല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ എന്താ അവനെ ഒന്ന് ചോദ്യം ചെയ്യാത്തത്? നിന്നോട് അങ്ങനെ സംസാരിച്ച് തെറ്റായി പോയെന്ന് ഞാൻ അപ്പൊ തന്നെ അവനോട് പറഞ്ഞില്ലേ. ഇനി എന്തൊക്കെ പറയണം? നീ പറ. ഇങ്ങനെ ദേഷ്യത്തിൽ ഓരോന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കൈലാഷിന് നല്ല വാശിയുണ്ട്. ഞാൻ അവനെ പതുക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ചോളാം. കുറച്ച് ക്ഷമ കാണിക്കേ. നിങ്ങൾ കാണിക്കുന്ന ക്ഷമയാ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. നന്നായി ആലോചിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ കുടുംബ കാര്യങ്ങളാ. ദേ, മകൻ തെറ്റ് ചെയ്താ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞ് അവനെ നേർവഴിക്ക് കൊണ്ടുവരണം. നമ്മളത് ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളിൽ അവൻ ചെന്ന് ചാടും. ദേ, പ്രശ്നങ്ങളെല്ലാം കൈവിട്ട് പോയതിനു ശേഷം കരയുന്നതിൽ ഒരു കാര്യവുമില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. ശരി, ഞാൻ അവനെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയി നോക്കിക്കോളാം. ഇന്നലെ നടന്ന വിഷയത്തെക്കുറിച്ചും കൂടുതൽ സംസാരിക്കാം. ഇനിയെങ്കിലും വന്ന് കഴിക്കേ. ഇന്നലെ രാത്രി നീ ഒന്നും കഴിച്ചിട്ടില്ല. നീ മരുന്ന് കഴിക്കുന്നതല്ലേ? വാ, ഞാൻ വിളമ്പിത്തരാം. കൈലാഷ് എവിടെ? അവൻ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ലേ? നിങ്ങൾ നേർക്ക് നേരെ കണ്ടാൽ വഴക്ക് കൂടുന്ന അവസ്ഥയിലാ. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെന്ന് കരുതിയാ ഞാൻ അവനെ വിളിക്കാത്തത്. നീ ആദ്യം വന്ന് കഴിക്കേ. അത് കഴിഞ്ഞാ ഞാൻ അവനെ വിളിച്ച് ഭക്ഷണം കൊടുത്തോളാം. കൈലാഷ്, 8 മണിയാവുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് നീ എങ്ങോട്ടാ പോകുന്നേ? നമ്മളിരിക്കുന്ന സ്ഥലം നമുക്ക് മനസ്സമാധാനം തരണം. മനസ്സമാധാനം ഇല്ലാത്ത സ്ഥലത്ത് എത്ര നേരം വെച്ചായിരിക്കുക. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോവാ. നിനക്കെന്ത് ഇവിടെ സമാധാനത്തിന് കുറവ്? ദേ, ആവശ്യമില്ലാത്ത ഓരോന്നും ചിന്തിച്ചു കൂട്ടാതെ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. മനസ്സമാധാനം നഷ്ടപ്പെട്ട വിശപ്പ് പോവും.
എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോവാ. ഏയ്, കൈലാഷ് മോനെ കൈലാഷ്